എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയോട് മനു ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ചായ എന്നുള്ള പരിപാടി നമുക്ക് സ്ഥിരമാക്കിയാലോ എന്ന്. അപ്പോൾ അലീന ചോദിക്കും, ഞാനിവിടെ വേലക്കാരിയായിട്ട് നിൽക്കാനോ എന്ന്. മനു പറയുന്നുണ്ട്, ഏയ് അതൊന്നല്ല, അല്ലാതെ നിൽക്കാലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മനു പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. നമ്മളിങ്ങനെ അകലെ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ ദൂരം ഫീൽ ചെയ്യുന്നത്, അടുത്താകുമ്പോൾ സന്തോഷമാവുമല്ലോ. ഇങ്ങനെ ആളുകളൊക്കെ പറഞ്ഞ് തുടങ്ങി. അഭിപ്രായം നമ്മൾ മാനിക്കണമല്ലോ എന്ന് പറയുമ്പോൾ ആരാ പറയുന്ന ആളുകൾ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ, അതുപോലെ തന്നെ തലച്ചോറുന്നു അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ നിന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു അശരീരി ഇങ്ങനെ കേൾക്കാം, അതാണ് പറഞ്ഞതെന്ന് അറിയട്ടോ. അപ്പോൾ അവരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയും എന്നിങ്ങനെ മനു ചോദിക്കുമ്പോൾ, അവരോട് പറയാനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ, ആ മറുപടിയിൽ ഞാൻ തൃപ്തനല്ല എന്ന് മനു പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് പറയും, എന്തേലുമൊക്കെ ആയിക്കോട്ടെ എന്ന്. അതെന്തേലും ആയിക്കോട്ടെ, എന്തായാലും മനുവേട്ടൻ പറഞ്ഞതിൻ്റെത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. പിന്നീട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, യുദ്ധത്തിന് വന്ന ബാക്കിയുള്ള പടയാളികളൊക്കെ എവിടെയെന്ന് നോക്കി കേട്ടോ മനു. അപ്പോൾ അവരൊക്കെ നല്ല ഉറക്കമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്താ നിങ്ങൾ നോക്കിയിട്ട് വൈജയന്തിനെ തിരിച്ചു കൊണ്ടുപോകാൻ വല്ല ഇതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു ഇതും കിട്ടിയിട്ടില്ല മാഡം, അടുക്കുന്നില്ല. ഞാനിവിടുന്ന് തിരിച്ചു പോവാതെ മാഡം തിരികെ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന അവിടെ നിന്ന് മാറിയാലേ ഇനിയിപ്പോൾ ബബിതയ്ക്കും രോഹിത്തിനും കൃഷ്ണയ്ക്കും അവരുടെ അമ്മേനെ തിരിച്ചു കിട്ടുള്ളൂ. അതിനിപ്പോൾ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തടസ്സം. ഞാനായിട്ട് ഇങ്ങനെ മുടക്കാൻ പാടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന എവിടേക്കെങ്കിലും പോവാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ അങ്ങ് തീരുമാനം എടുത്തോ, എന്നോടൊരു അഭിപ്രായം പോലും ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അഭിപ്രായം ചോദിച്ചാൽ മനുവേട്ടൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനുവാണെങ്കിൽ പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ബാക്കി കാര്യം പറയുന്നില്ല, മനുവേട്ടൻ പിണങ്ങിയിരിക്കുകയല്ലേ, പിണങ്ങിയിരിക്കുന്ന ആളോട് ഞാൻ എന്ത് പറയാനാന്ന് പറയുമ്പോൾ, എന്ത് ബാക്കി കാര്യം, ബാക്കി കൂടെ പറയുമെന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഇവിടുന്ന് പോകാമെന്നല്ലാതെ എവിടേക്ക് പോകണമെന്നോ എന്താന്നുള്ള ഒരു ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നേരത്തെ മനുവേട്ടനോട് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മനുവേട്ടൻ എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി ഇങ്ങനെ തരപ്പെടുത്തി തരുമോ എന്നുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നോക്കാമെന്ന് മനു താല്പര്യമില്ലാത്ത മട്ടിൽ പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, മനുവേട്ട വെറുതെ ഇങ്ങനെ ഉഴപ്പ് പറയല്ലേ, ശ്രമിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ, ശരിയെന്ന് പറയും കേട്ടോ. മനു അത് പറയുമ്പോൾ അലീന ഒരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനുവിന് അത് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നിട്ട് അലീന പോകാനങ്ങ് തിരിഞ്ഞ് നിന്നിട്ട് വീണ്ടും തിരിഞ്ഞെന്ന് ചോദിക്കുകയാണ് മനുവിനോട്, മനുവേട്ടൻ ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ ഈ ഒരു ചോദ്യം ഇന്നലെ എന്നോട് രഞ്ജുൻ ചോദിച്ചു, പക്ഷേ ഞാൻ അവളോട് ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓക്കെ അല്ല. ഇനിയിപ്പോൾ എന്നെ ഓക്കെ ആക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറയും. അപ്പോൾ അലീനയാണെങ്കിൽ കൈ ഇങ്ങനെ നീട്ടുവേ. അപ്പോൾ മനു ആണെങ്കിൽ തിരിച്ച് കൈ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കൈ നീട്ടുന്ന സമയത്ത് അലീന പറയുകയാണ്, കൈ ഇങ്ങനെ തരാനല്ല പറഞ്ഞത്, കയ്യിലിരിക്കുന്ന ചായക്കപ്പ് തരാനാണ്, അത് കൊണ്ടുപോകാനാണെന്ന് പറയുമ്പോൾ, ഈ ചായക്കപ്പിന് വലിയ വെയിറ്റ് ഒന്നുമില്ല, ഞാനങ്ങ് കൊണ്ടുവന്നോളാം എന്നറിയാം. അപ്പോൾ അലീന അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നീട് മനു ഇങ്ങനെ ഊഞ്ഞാലിൽ തന്നെ ഇരിക്കുകയാണല്ലോ, അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആ കൈ തന്നിരുന്നെങ്കിൽ ഇപ്പം എന്താ ആയിരുന്നു കുഴപ്പം, എന്നാൽ പിന്നെ ഞാനൊന്ന് ഓക്കെ ആയേനെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അലീന അകത്തേക്ക് പോകും. പിന്നീട് കൃഷ്ണമോൾ എണീറ്റ് വന്നിട്ട് അലീനനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അലീന ചേച്ചി പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അലീന കിച്ചണിൽ നിന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി മോളെ, ഇത് നമ്മുടെ വീടല്ല, വീട് മാറിയിട്ടുണ്ട്, അത് നീ മറന്നുപോയോ എന്ന് ചോദിക്കും. അപ്പോൾ വീട് മാറിയിട്ടുണ്ടെങ്കിലും അലീന ചേച്ചി മാറിയിട്ടില്ലല്ലോ എന്നാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് ചായ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ബബിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണീറ്റ് അപ്പോൾ ബബിത ചോദിക്കുകയാണ് വന്ന ഉടനെ തന്നെ, പ്രിയപ്പെട്ടവർക്ക് മാത്രമേ ചായ എടുത്ത് കൊടുക്കുകയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർക്ക് റൂമിൽ കൊണ്ടുവന്ന് തരും, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. ഞാൻ കുറേ സമയമായി ഉണർന്ന് കിടക്കുന്നു, ആരും ചായ ഒന്നും കൊണ്ട് തന്നില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാൻ എണീറ്റ് പോരുമ്പോൾ ബബിതേച്ചി കൂർക്ക വലിച്ച് ഉറങ്ങായിരുന്നു എന്ന് പറയും. നിന്നോട് ആരും ഇങ്ങനെ സാക്ഷി പറയാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബബിത അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് അലീന ബബിതയ്ക്കും ചായ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അലീന ഇപ്പോൾ ബബിതേനോട് ചോദിക്കുന്നുണ്ട്, എന്തായി നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതയാണെങ്കിൽ കൃഷ്ണമോളെ നോക്കും. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, എന്നെ നോക്കണ്ട എന്നിങ്ങനെ പറയൂ കേട്ടോ, ബബിതേച്ചിയല്ലേ എന്നേക്കാളും മൂത്തത് എന്ന് പറയുമ്പോൾ, നിനക്കും എനിക്കും ഇങ്ങനെ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണെന്നാണ് കേട്ടോ പറയുന്നത്. വീട്ടിൽ നിന്നാണെങ്കിൽ ബബിതേച്ചി പറയും, ഞാൻ നിന്നേക്കാളും മൂത്തതാണ്, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം എന്നൊക്കെ പറയും. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ കാല് മാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് നമ്മുടെ വീട്, ഇത് വേറെ വീടല്ലേ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ബബിതയാണെങ്കിലും. അപ്പോഴേക്കും രോഹിത് അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരോടും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. എസ്പെഷ്യലി ഇങ്ങനെ അലീന ചേച്ചിയോട് എന്നിങ്ങനെ എടുത്ത് പറയൂ കേട്ടോ. അപ്പോൾ അതെന്താ അലീന ചേച്ചീനോട് ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചേച്ചിയല്ലേ എനിക്ക് ചായ തരുള്ളൂ, നീ തരത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ബബിതയ്ക്ക് കൊടുത്ത് ചായ എടുത്ത് കുടിക്കാനായിട്ട് നിൽക്കുമ്പോൾ ബബിത അതങ്ങ് വാങ്ങി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രോഹിത്തിനും അലീന ചായ എടുത്ത് കൊടുക്കും. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിനെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പം കടലക്കറി അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതുപോലെ തന്നെ രോഹിത് പറയുന്നുണ്ട്, നമ്മളെ ഗസ്റ്റ് അല്ലേ, അപ്പോൾ നമ്മളെ നന്നായിട്ട് സൽക്കരിക്കേണ്ടേ എന്നൊക്കെയാണ് കേട്ടോ രോഹിത് പറയുന്നത്. അപ്പോൾ അലീന പറയും, നമ്മളെ ആരും സൽക്കരിക്കത്തില്ല, നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി
കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് വൈജയനെ എങ്ങനെ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ചർച്ച തന്നെയാണ് കേട്ടോ നടത്തുന്നത്. അപ്പോഴേക്കും രഞ്ജു അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ ഒരു ഡിസ്കഷൻ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു ഗൂഢാലോചന നടത്തുകയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയനെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യം തന്നെ പറയുമ്പോൾ ആൻറ്റീനെ തിരിച്ചു കൊണ്ടുപോയാലേ എനിക്ക് എൻ്റെ റൂം തിരികെ കിട്ടുള്ളൂ. ആൻറ്റി വന്ന ഉടനെ എൻ്റെ റൂം അങ്ങ് കൈവശപ്പെടുത്തി, ആൻറ്റി നേരത്തെ യൂസ് ചെയ്തിരുന്ന റൂമാണെന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു, നീ വിട്ടു കൊടുക്കാൻ പാടില്ലായിരുന്നു, സൂചി കുത്താൻ ഇടം കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നീട് അത് കഴിഞ്ഞ് ശിവനാണെങ്കിൽ എണീറ്റ് ഫ്രഷ് ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ കമല എണീറ്റിട്ടില്ല, എന്തൊരു കിടപ്പാണ്, നേരെ എത്രയായി എന്നാണ് നിൻ്റെ വിചാരം എന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു, എനിക്കിന്ന് ഫുൾ ബെഡ് റെസ്റ്റാണ്. അവർ ഇങ്ങനെ തിരിച്ച് രാവിലെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ അടുക്കളയിൽ കയറുള്ളൂ, എന്തെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കി കഴിച്ചോട്ടെ എന്നുള്ള മട്ടിലാണ് അവിടെ ഇങ്ങനെ കമല ഭയങ്കര ദേഷ്യത്തിലിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കഴിക്കേണ്ടേ, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നാണ് ശിവനും പറയുന്നത്. നമുക്ക് പട്ടിണി എടുക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് പറയുമ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവർ തിരിച്ച് പോവുകയാണെങ്കിൽ രാവിലെ തന്നെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ കമല അടുക്കളയിൽ കയറുള്ളൂ എന്ന് പറഞ്ഞ് ആ വാശിയിലിരിക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ പുറത്തുനിന്ന് മുറി ലോക്ക് ചെയ്യാം, നിന്നെ ആരും ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് പറയുമ്പോൾ, എന്താ എന്നെ പട്ടിണിക്ക് ഇടാനുള്ള പരിപാടിയാണോ എന്ന് കമല ചോദിക്കുമ്പോൾ, അല്ല നിനക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആണെന്നാണല്ലോ പറഞ്ഞത്, നിന്നെ ആരും ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയും കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ ശിവൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ നിന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് രാമപുരം എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോൾ എനിക്കത് കേൾക്കുന്ന സമയത്ത് ഒരു കയ്പ് നീരാണെന്ന് പറയുമ്പോൾ അതും കമലയ്ക്ക് ഇഷ്ടമാവുന്നില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞ് ശിവൻ ഇങ്ങനെ കതക് തുറക്കാൻ പോകുമ്പോഴേക്കും അവിടെ കതക് തുറന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ കൃഷ്ണമോൾ അവിടെ ചായ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് ചായ ഉണ്ട്, ഒന്ന് ശിവന് കൊടുക്കും, അതുപോലെ തന്നെ ഒന്ന് കമലയ്ക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ കമല അത് ഇഷ്ടമില്ലാത്ത മട്ടിൽ അവിടെ വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബെഡ് വരെ കൊണ്ടു തന്നില്ലേ, അപ്പോൾ എടുക്കേണ്ടതെന്ന് പറയുമ്പോഴും കമല എടുക്കുന്നൊന്നുമില്ല. അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് ചെറിയ മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, ഇത്ര നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ അത് വേറെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ ലഘുവായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീട് ശിവനോട് മാർക്കറ്റിൽ പോകണം, ബീഫും മട്ടനും ചിക്കനൊക്കെ വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ ശിവൻ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഫുഡ് ഫെസ്റ്റ് നടത്തുകയാണ് ഞങ്ങളെന്നും പറയുന്നുണ്ട് കേട്ടോ ബബിത. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അവർ ചായയും അതൊക്കെ അവിടെ വെച്ചിട്ട് അങ്ങ് പോകുന്ന സമയത്ത് കമല പറയുന്നുണ്ടായിരുന്നു, വെട്ടുകിളികൾ കുടുംബം വെളുപ്പിക്കാൻ വന്നതാണോ, കുടുംബം വെളുപ്പിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേഷ്യത്തിൽ. പിന്നീട് എല്ലാവരും സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഈ വൈജയനെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നുകൂടെയൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു, മനു അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് മനുവിനോടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്, അതെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് അപ്പോൾ മനു പറയുന്നത്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ അല്ലാഞ്ഞാൽ ഭയങ്കര പോസിറ്റിവിറ്റി ആണല്ലോ, ഇപ്പോൾ മുഴുവൻ നെഗറ്റിവിറ്റിയാണ്, ഈ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ നിർത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നടക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഞാൻ അഭിപ്രായം പറയാറുള്ളൂ എന്നാണ് മനു പറയുന്നത്. അപ്പോൾ ബബിതയും ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ ഞങ്ങളുടെ പ്ലാൻ നടക്കില്ല എന്നാണോ പറഞ്ഞു വരുന്നതെന്ന്. അപ്പോൾ നിങ്ങളെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നൊന്നുമില്ല, ഒന്ന് ശ്രമിച്ച് നോക്ക്, നടക്കാൻ സാധ്യതയില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അവിടുത്തെ വേറെ സാഹചര്യങ്ങൾ മാറാതെ അത് നടക്കത്തില്ല എന്നാണ് പറയുന്നത്. മനു ആണെങ്കിലും അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അപ്പോൾ അലീന ചേച്ചി തിരിച്ച് പോവാതെ അമ്മ ഞങ്ങളുടെ കൂടെ വരില്ല എന്നാണോ മനുവേട്ടൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മനുവിന് പ്രതീക്ഷയൊന്നുമില്ല വൈജയുടെ കാര്യമായതുകൊണ്ട് അതങ്ങ് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്കാണെങ്കിൽ അതങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ബബിതയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനാണ് ഇത്രയും നേരം ഇവിടെ ഇരുന്നത്, ഞാൻ പോവാണ്, അലീന ചേച്ചി ഒറ്റയ്ക്കാണ് അടുക്കളയിൽ നിന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവേ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ രോഹിത്തിനോട് പറയുന്നുണ്ട്, അവൾക്ക് ഇങ്ങനെ ദേഷ്യമായി എന്ന് തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ ദേഷ്യമല്ല, അവൾക്ക് സങ്കടമാണ് എന്ന് രോഹിത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനോട് സംസാരിക്കാമെന്ന് മനുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അച്ഛനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി ഒരുമിച്ചിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ ശരിയാവില്ല എന്ന് നോക്കുമ്പോഴും മനു അതൊന്നും നടക്കത്തില്ല എന്നാട്ടോ പറയുന്നത്, ഇങ്ങനെ ശ്രമിച്ചു നോക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് കിച്ചണിൽ അലീനയും ബബിതയും കൃഷ്ണമോളും കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വൈജയന്തി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നത്, ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന്. ബബിത പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ചപ്പാത്തിയും ചോറും കറിയൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് അടുക്കളയിൽ കയറിയത്, കമലേട്ടത്തി നിങ്ങളോട് അടുക്കളയിൽ കയറാൻ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കമലേട്ടത്തിക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ ഇങ്ങനെ അടുക്കളയിൽ കയറാൻ നമ്മളോട് ആരും പറയണ്ടല്ലോ, ഇത് നമ്മുടെ തറവാട്ടിലെ അടുക്കളയല്ലേ, നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലേട്ടത്തിക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല, കമലേട്ടത്തി നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ അടുക്കളയിൽ കയറാനെന്ന് പറയുമ്പോൾ, കമലാൻ്റിക്ക് പനിയോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പേര് ഇവിടെ ഉണ്ടാകുമ്പോൾ അടുക്കളയിൽ വരാതിരിക്കുമോ എന്നൊക്കെയാണ് കേട്ടോ ബബിത പറയുന്നത്. അപ്പോൾ വൈജയന്തി ബബിതയോട് പറയുന്നുണ്ട്, നിങ്ങൾ അടുക്കള കയ്യേറിയത് ഇങ്ങനെ കമലേട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, എന്നാൽ പിന്നെ കമലാൻ്റി അവിടെ കെറിവിച്ചിരുന്നോട്ടെ, നമുക്ക് പട്ടിണി എടുക്കാനൊന്നും പറ്റില്ലല്ലോ, വല്ലതും അങ്ങനെ ഉണ്ടാക്കി കഴിക്കേണ്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല.
പോകണില്ല. വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് കോളേജിലും സ്കൂളിലൊന്നും പോകണ്ടേന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയുകയാണ്, ഞങ്ങൾ സ്കൂളിലെ പ്രിൻസിപ്പലിനോടും കോളേജിലെ പ്രിൻസിപ്പലിനോടൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്, ഇനിയിപ്പം ഞങ്ങൾ തിരിച്ചു വന്നിട്ട് തുറന്നാൽ മതിയെന്ന്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്, അപ്പോൾ നീ ഇങ്ങനെ എന്നോട് മത്സരിക്കാൻ നിൽക്കേണ്ട, നീ തോറ്റു പോകത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, തോറ്റു പോയിക്കോട്ടെ എന്ന്, ഞങ്ങൾ തോൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നതാണ്, അമ്മ ജയിക്കല്ലോ, അതാണ് ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറയും കേട്ടോ. ബബിത അത് തന്നെ പറയുന്നുണ്ടായിരുന്നു, പഠിച്ചില്ലെങ്കിൽ തോറ്റു പോവും, അത്രയല്ലേ ഉള്ളൂ, തോൽക്കാൻ ഞങ്ങൾ റെഡി ആയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തിക്ക് എന്തായാലും കാര്യം മനസ്സിലായി, പിന്നീട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കി വൈജയന്തി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും സങ്കടപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. ഇടയ്ക്ക് അലീനേനെ നോക്കി തുറച്ചു നോക്കി പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വൈജ. അത് കഴിഞ്ഞ് പ്രമോയാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടി അലീനേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങളിന്ന് ഷെറിൻ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ്, കൂടെ ടോണി ചേട്ടനും ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ ഷെറിൻ്റെ വീട്ടിലെത്തുമ്പോൾ ടോണിനെ കാണുമ്പോൾ തന്നെ ഷെറിൻ്റെ ബ്രദർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു കൊല്ലമായി അവളെ ഇവിടെ ഇട്ടിട്ട് പോയിട്ട്, എന്നിട്ട് ഇപ്പോഴാണ് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കാൻ തോന്നിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാമച്ചായനും രേവതിക്കുട്ടിയും ഗ്രേസമ്മയും പോയിട്ടുണ്ടല്ലോ, അവർ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോഴാണ് ഷെറിൻ്റെ ഫാദർ അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുന്നത്. അയാൾ ഇറങ്ങുന്ന സമയത്ത് മാമച്ചായൻ രേവതിക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, അതാണ് ഷെറിൻ്റെ പപ്പ എന്നുള്ളത്. പിന്നീട് ടോണിനെ കാണുന്ന സമയത്ത് ഷെറിനാണെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഷെറിനെ നേരിട്ട് കാണുന്ന സമയത്ത് ടോണിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോണിയും ഷെറിനെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.